കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം മാതൃകയിലുള്ള മലബാർ ദേവസ്വം ബില്ല് ഈ നിയമസഭാ സമ്മേളനത്തിലുമില്ല. സമുദായ സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ബില്ല് ചർച്ചയ്ക്കെടുക്കാത്തതെന്നാണ് സൂചന. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ ചേർന്നു. വിനേഷ്, അത് കുറച്ച് സെൻസിറ്റീവ് വിഷയമാണ്, പൊള്ളുന്ന വിഷയമാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ റിസ്ക് എടുക്കണ്ട എന്നാണോ? ഹാഷ്മി, തീർച്ചയായും അങ്ങനെ ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത്. കാരണം നമുക്കറിയാം 1403 ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്നത്. ഇവിടെ ഇപ്പോഴും തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ ദേവസ്വത്തിൻ്റെ മാതൃകയല്ല ഉള്ളത്. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ടിന് പരിധിയിലാണ്. അങ്ങനെ വരുമ്പോൾ പാരമ്പര്യ ട്രസ്റ്റികൾക്കാണ് ഇവിടെ അവകാശമുള്ളത്. ഇവിടുത്തെ നിയമനങ്ങളും മറ്റ് ദൈനംദിന കാര്യങ്ങളും എല്ലാം തന്നെ നടത്തുന്നത് പാരമ്പര്യ ട്രസ്റ്റികളാണ്. നിയമനത്തിന് വലിയ കോഴ വാങ്ങുന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് 2008 വി എസ് സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിച്ചതാണെങ്കിൽ പോലും ഇവിടെ സൂപ്പർവൈസ് ചെയ്യുക മാത്രമാണ് നിലവിൽ മലബാർ ദേവസ്വം ബോർഡിന് കഴിയുന്നത്. അതേസമയം നമുക്കറിയാം തിരുവിതാംകൂറിലാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും വളരെ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ക്ഷേത്രങ്ങളുള്ളത്. ഇവിടെ അത്തരത്തിൽ ക്ഷേത്രങ്ങൾ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. 2017 ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ സമിതി ഇതിന് കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലം കഴിയാൻ ഇനി മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും ഇങ്ങനെ റിപ്പോർട്ടുമായി അല്ലെങ്കിൽ ഇങ്ങനൊരു നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ എത്തിയിട്ടുള്ളത്. നിയമസഭാ സമ്മേളനം കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇങ്ങനൊരു ബില്ല് ചർച്ചയ്ക്ക് വരില്ല. ഒപ്പം തന്നെ ഈ ഒരു ഏകീകൃത നിയമവും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. അത് കുറച്ച് റിസ്ക് ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.